നമ്മൾ നമ്മുടെ കുട്ടിക്കാലം മുതലേ കേട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ കാലത്തിന് ശേഷം അതല്ലായിരുന്നു സത്യം എന്നുള്ളത് അറിയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ മനപ്രയാസം തോന്നും ഇല്ലേ? ചില സമയത്ത് നമുക്കത് ഉൾക്കൊള്ളാനേ പറ്റില്ല. അതിപ്പോ ഒരാളെ കുറിച്ചാവാം, അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ കുറിച്ചാവാം, എന്തിനെ കുറിച്ച് വേണമെങ്കിലും ആവാം. പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, ഞാൻ ഗുജറാത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇത്രയും ദിവസമായിട്ട് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞു, രാമായണത്തിനെ കുറിച്ച്. അതായത് നമ്മൾ ഈ സിനിമകളിലോ സീരിയലുകളിലോ പുസ്തകങ്ങളിലോ ചിത്രങ്ങളിലോ ഒന്നിലും കാണുന്ന ശ്രീരാമൻ അല്ലായിരുന്നു യഥാർത്ഥ വനവാസത്തിന്റെ സമയത്തുള്ള ശ്രീരാമൻ എന്നുള്ളത്. ശ്രീരാമൻ 14 വർഷവും മീശയും താടിയും മുടിയും ഒന്നും വടിച്ചിട്ടില്ല. ആൽവൃക്ഷത്തുനിന്ന് ഒരു പാലുണ്ടാവും ഇത്ര, ഈ പാലുകൊണ്ടാണ് ഇത്ര മുടി കെട്ടി വെക്കുക. അത് പിന്നെ അവിടെ ഉറച്ചിരുന്നോളൂ. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ, വാൽമീകി രാമായണത്തിലുള്ളതാണ്. ഏട്ടൻ അയോധ്യ വിട്ടു പോയി വനവാസത്തിലാണ് എന്നുള്ളത് അറിഞ്ഞ് സങ്കടപ്പെട്ട് ശ്രീരാമനെ കാണാൻ പോണ ഭരതൻ ശ്രീരാമനെ കാണുമ്പോഴത്തെ ഒരു ശ്ലോകം ഉണ്ട്, വീണ്ടും അയോധ്യാകാന്ഡത്തിൽ തന്നെ 99ാമത്തെ സർഗത്തിലെ 25ാമത്തെ ശ്ലോകം. നിരീക്ഷ്യ സമുഹൂർത്തം തൂ ദദർശ ഭരതോ ഗുരും ഉടജേ രാമമാസീനം ജഠാമണ്ഡലധാരിണം. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് തള്ളി മറക്കന്നെ നിങ്ങൾക്ക് തോന്നണ്ട കേട്ടോ. അതുകൊണ്ടാണ് തെളിവിന് വേണ്ടിയിട്ട് കാണ്ടും സർഗവും ശ്ലോകവും ഒക്കെ ഞാൻ ചൊല്ലണത്. ഇനിയിപ്പോ ഞാൻ രണ്ടാമത്തെ കാര്യം പറയാൻ പോകുമ്പോ ചിലവർക്ക് കൂടുതൽ ദേഷ്യവും മനപ്രയാസവും ഒക്കെ തോന്നും കേട്ടോ. എന്നാൽ അതിനെ കുറിച്ച് അറിയണവർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നുണ്ടാവില്ല. വനവാസത്തിന്റെ സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഇവര് 3 പേരും മാംസം ഭക്ഷിച്ചിരുന്നു. ഇതിലിപ്പോ ചിലവർക്ക് സങ്കടം തോന്നും കേട്ടോ. പക്ഷെ വാൽമീകി രാമായണത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് അതേപോലെ ഞാൻ പറയണമെന്ന് മാത്രം. പന്നി, മരമാൻ, പുള്ളിമാൻ, ഉഴുൽമാൻ എന്നീ മൃഗങ്ങളെയൊക്കെ ഇവര് കഴിച്ചിട്ടുണ്ട് അത്ര. ഇതിപ്പോ എവിടെയാ പരാമർശിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാല് അയോധ്യാകാന്ഡത്തിൽ തന്നെ 52ാമത്തെ സർഗത്തിലെ 100, 101, 102 എന്നുള്ള ശ്ലോകങ്ങൾ. എന്താ കാരണം വെച്ചാല് ക്ഷത്രിയ ശാസ്ത്ര പ്രകാരം 5 നഖങ്ങളുള്ള മൃഗങ്ങളേനെ ക്ഷത്രിയർക്ക് കഴിക്കാനുള്ള അവകാശം ഉണ്ട് അവരുടെ ശാസ്ത്രത്തിലുണ്ട് അത്ര. എന്നപ്പോ ഇത് രാമായണത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, മഹാഭാരതത്തിലും ഉണ്ട്. പഞ്ചപാണ്ഡവര് വനപർവ്വത്തില് മാനിന്റെ മാംസം കഴിച്ചിരുന്നു. അത് മാത്രല്ലാതെ മാംസം ഉണക്കി സൂക്ഷിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. വേറൊരു കാര്യം പറയാം, മഹാഭാരതത്തിലെ ഭീഷ്മർക്ക് ഒരു സ്ത്രീയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീനെ മൂപ്പര് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏതാണ് ആ സ്ത്രീ എന്നൊന്നും വ്യാസമഹാഭാരതത്തിൽ പറയണില്ല കേട്ടോ. ചില സൂചനകള് മഹാഭാരതത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ടായി പറയണത്. എന്നാ അപ്പൊ അത് ഇവിടെ പറയാൻ നേരമില്ല. അപ്പൊ എന്നാ ശരി, പൊട്ടിച്ച് പണിയുണ്ട്.